Good morning, students. Today we are going to discuss the various IS 456 recommendations for limit state method of design. Already നമ്മൾ ഡിസ്കസ് ചെയ്തു വാട്ട് ഇസ് IS 456 2000 എന്ന ഡിസൈൻ കോഡിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വേരിയസ് ഡിസൈൻ ഫിലോസഫിയിൽ വരുന്ന ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനും ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി ഈ IS 456 ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള 4 റെക്കമെൻഡേഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, നെക്സ്റ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക് ലോഡ്, തേർഡ് വൺ ഇസ് ഡിസൈൻ സ്ട്രെസ് ആൻഡ് കർവ് ഫോർ കോൺക്രീറ്റ് ആൻഡ് ദ അതർ വൺ ഇസ് ഡിസൈൻ സ്ട്രെസ് ആൻഡ് കർവ് ഫോർ റീഇൻഫോഴ്സിങ് സ്റ്റീൽ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. നമുക്ക് ഡെഫിനേഷൻ ഒന്ന് നോക്കാം. The third point in the slide, the term characteristic strength means that value of strength of material below which not more than 5% of the test results are expected to fall. Okay, not more than 5% of the test results are expected to fall. ഈ ഡെഫിനേഷൻ വായിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് എ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് അല്ലേ, നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു കുഞ്ഞ് എക്സാമ്പിളോടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് മീ കാസ്റ്റ് 100 ക്യൂബ്സ്. ഞാനൊരു 100 ക്യൂബ് ഒരേ കോൺക്രീറ്റ് ഗ്രേഡിലുള്ള 100 ക്യൂബ് കാസ്റ്റ് ചെയ്യണം. സേ M30 ഗ്രേഡിലാണെന്ന് വിചാരിക്കാം. M30യുടെ 100 ക്യൂബ് കാസ്റ്റ് ചെയ്തിട്ട് ഐ വിൽ ബി ക്യാരിങ് ഔട്ട് കംപ്രഷൻ ടെസ്റ്റ്. 100 ക്യൂബിലും ഞാൻ എന്ത് ക്യാരി ഔട്ട് ചെയ്യാണ്? കംപ്രഷൻ ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യാണ്. അങ്ങനെ ക്യാരി ഔട്ട് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന കംപ്രസീവ് സ്ട്രെങ്ത് വാല്യൂ എന്ന് പറയുന്നത് 100 ക്യൂബിനും സെയിം കിട്ടണമെന്നില്ല അല്ലേ, ബിക്കോസ് ദ മിക്സ് ഓഫ് കോൺക്രീറ്റ് ഈസ് നോട്ട് യൂണിഫോം. ഐ വിൽ ബി ഗെറ്റിംഗ് ഡിഫറെൻറ്റ് ഓർ 100 ഡിഫറെൻറ്റ് വാല്യൂസ് ഫോർ 100 ക്യൂബ്സ്. 100 ക്യൂബിനും 100 വാല്യൂസ് ആയിരിക്കും എനിക്ക് എന്ത് കിട്ടുക? കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആക്ച്വൽ എത്രയായിരിക്കും കിട്ടുന്നത്? 30 ആണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. 30 M30 ഗ്രേഡുള്ള കോൺക്രീറ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് 30 Nm/mm² നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അറൗണ്ട് ഒരു എന്താ പറയുക 25 to 55 റേഞ്ചിലായിരിക്കും വാല്യൂസ് കിട്ടുക. ഫിഗറിൽ നിങ്ങൾക്ക് നോക്കാം. അതിൻ്റെ ഒരു പ്രോബബിലിറ്റി വെച്ചിട്ട് ഇപ്പോൾ ലൈക്ക് 40ൽ എനിക്ക് എത്ര ക്യൂബ്സാണ്, 40 Nm/mm² എത്ര ക്യൂബ്സ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 50 Nm/mm² കാണിക്കുന്നൊരു 10 ക്യൂബ്സാണ്. അങ്ങനെ ആ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഞാനൊരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് അല്ലേ, ഫിഗറിൽ കാണുന്ന പോലെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആയിരിക്കും എനിക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. മനസ്സിലായോ? 100 ക്യൂബുകൾ എടുക്കുക. 100 ക്യൂബ് ഒരു നമ്പറാണ് 100 എന്ന് ഞാൻ പറഞ്ഞത്. ഒരു എത്രയോ നമ്പർ ഓഫ് ക്യൂബ്സ് നമ്മൾ എടുക്കുക, അത് ബ്രേക്ക് ചെയ്യുക, എന്ത് പറ്റും? അത് നമുക്കൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവായിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് സ്ട്രെങ്ത്തിന് താഴെ പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മോർ ദാൻ 5%. ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് സ്ട്രെങ്ത്തിന് താഴെ അത് വന്ന് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഫെയിൽ ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 5%-ന് താഴെ ആണ്. ഇവിടെ എക്സാമ്പിൾ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ 100 ക്യൂബ്സ് പൊട്ടിച്ചു, അതിലൊരു 100 5% പറയുമ്പോൾ എത്ര? 5. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ക്യൂബ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത് വാല്യൂവിൻ്റെ താഴെ പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 5-ൽ താഴെയാണ്. ഓക്കെ, 5-ൽ താഴെ പെർസെൻറ്റേജ് മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് സ്ട്രെങ്ത്തിന് താഴെ പോകാൻ ചാൻസ് ഉള്ളൂ. ആ ഒരു പർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? M30 ആണ്. അതാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 30-ൽ താഴെ പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 5% താഴെ അല്ലെങ്കിൽ 5% താഴെ മാത്രമേ പ്രോബബിലിറ്റി ഉള്ളൂ. എന്തിൽ താഴെ പോകാൻ? 30 Nm/mm² താഴെ പോകാനുള്ള ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് സ്ട്രെങ്ത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. നമ്മൾ ഒരു നമ്പർ ഓഫ് ക്യൂബ്സ് കാസ്റ്റ് ചെയ്തു. ആ എന്നിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ, എന്നിൻ്റെ അല്ല, ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂവിൽ താഴെ പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 5% ഓഫ് മാത്രമേ അതിന് താഴെ പോകത്തുള്ളൂ. ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് സ്ട്രെങ്ത്തിനെയാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഡെഫിനിഷൻ വായിക്കാം. ദ ടേം ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് മീൻസ് ദാറ്റ് വാല്യൂ ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫോൾ. ടെസ്റ്റ് റിസൾട്ടിൻ്റെ 5% മാത്രമേ അതിന് താഴെ പോകാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ 5-ൽ കൂടുതൽ ഒരിക്കലും പോവില്ല എന്നുള്ളതാണ് ആ ഒരു ഡെഫിനിഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ ഫിഗർ വെച്ചിട്ട് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ്. നമ്മൾ എഗെയിൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു വിൽ ബി ഒബ്റ്റെയിനിങ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ലെറ്റ് ദാറ്റ് മീൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ കൂടുതൽ പ്രോബബിലിറ്റിയുള്ള ആ ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത്തിനെ ഞാൻ FM എന്ന് ഡിനോട്ട് ചെയ്തു. സ്മോൾ ലെറ്റർ F and M. ഓക്കെ, ദാറ്റ് ഇസ് ദ മീൻ സ്ട്രെങ്ത്. ദെൻ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? FCK എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, FCK എന്ന് ഡിനോട്ട് ചെയ്തു. ദാറ്റ് ഇസ് അവർ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. അപ്പോൾ FCK എന്ന് പറയുന്നത് FM - 1.65S എന്നാണ്. ഫിഗറിൽ കാണാം
ദിസ് ഇസ് 1.65 ഓക്കെ 1.65 ആണത്. ആ ഒരു ഫാക്ടറാണ് കാണിക്കുന്നത് 1.65 ആൻഡ് എസ് മീൻസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ 1.65 എസിനെ എഫ് എമ്മിൽ നിന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം എഫ് സി കെ എന്താണ് ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. മീൻ സ്ട്രെങ്ത്തിൻ്റെ ലെഫ്റ്റിലാണ് എഫ് സി കെ കിടക്കുന്നത്. സോ നമുക്ക് എഫ് സി കെ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യാം? എഫ് സി കെ ഇസ് ഇക്വൽ ടു എഫ് എം മൈനസ് 1.65 എസ്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മീൻ സ്ട്രെങ്ത് എന്നാണ് നമ്മൾ കണ്ടു. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എങ്ങനെയാണ് നോക്കി, അതിന് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്നുള്ള ഒരു ഇക്വേഷൻ നോക്കുക. ദെൻ ദ കർവ് നോക്കുക, എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള കർവ്. ദെൻ ദ ഡെഫിനേഷൻ ആൻഡ് ദ ഇക്വേഷൻ. ദെൻ എഫ് സി കെയുടെ യൂണിറ്റ് എന്താണ്? സ്ട്രെങ്ത് ആണ്. ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് എഫ് സി കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് എന്തെന്ന് പറയുന്നത്, കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺക്രീറ്റിൽ എഫ് സി കെ കിട്ടുന്നത് എങ്ങനെയാണ്? എഫ് ഒ മൈനസ് 1.65 എസ്. ഇതേ സെയിം സാധനം ഐ എസ് കോഡിൽ സ്പെസിഫൈ ചെയ്യുന്നത് 36.1 ക്ലോസ് 36.1 സെയിം വാട്ട് ഇസ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് റിഫർ ക്ലോസ് 36.1. അതിൽ നമുക്ക് ഡെഫിനേഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോൾ കോൺക്രീറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. അടുത്ത സ്റ്റീൽ, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ. കോൺക്രീറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എഫ് സി കെ, സ്റ്റീൽ ആണെങ്കിലോ എഫ് വൈ. എഫ് വൈ നമുക്ക് രണ്ട് കേസിലാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് ഇസ് മൈൽഡ് സ്റ്റീൽ കേസ്. മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എഫ് 215 കേസിൽ എങ്ങനെയായിരിക്കും കിട്ടുക? ഡയറക്റ്റ് നമുക്ക് ലോവർ ഈൽഡ് പോയിന്റ് ഉണ്ടല്ലേ, നമ്മൾ ഓൾറെഡി കർവ് ആക്ച്വൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പറഞ്ഞായിരുന്നു. അവിടെ നമുക്ക് എന്തുണ്ട്, ലോവർ ഈൽഡ് പോയിന്റ് അപ്പർ ഈൽഡ് പോയിന്റ് നമുക്ക് ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ലോവർ ഈൽഡ് പോയിന്റ് ആ കർവിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ ഓഫ് ലോവർ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് ആണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എച്ച് വൈ എസ് ടി ബാർ, അതായത് എഫ് ഇ 415 എഫ് ഇ 500 ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡിഫോംഡ് ബാറായ എഫ് ഇ 415 എഫ് ഇ 500 കേസിൽ നമുക്ക് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് എന്തെന്ന് പറയാൻ പറ്റില്ല, ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഒരു ലോവർ ഈൽഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 0.2% പ്രൂഫ് സ്ട്രെസ് ഒക്കെ കണ്ടുപിടിക്കും. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. 0.2% പ്രൂഫ് സ്ട്രെസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ 0.2% പ്രൂഫ് സ്ട്രെസ് എടുക്കും അല്ലേ. നമ്മുടെ ഇനിഷ്യൽ എലാസ്റ്റിക് കർവ് എഫ് 415 500 സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ഇനിഷ്യലായിട്ടുള്ള സ്ട്രെയിറ്റ് പോർഷന് പാരലായിട്ട്, ഇനിഷ്യൽ സ്ട്രെയിറ്റ് ലൈനിന് പാരലായിട്ട് വരുന്ന ഒരു 0.2% നമ്മളൊരു ലൈൻ പ്ലോട്ട് ചെയ്യും. ആ ലൈൻ വന്നിട്ട് എവിടെയാണോ കർവിൽ മീറ്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ വാല്യൂ ഓഫ് സ്ട്രെസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് എച്ച് വൈ എസ് ടി ബാറായ ലൈക്ക് എഫ് ഇ 415 500 കേസിൽ നമുക്കതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഇൻ ദ കേസ് ഓഫ് സ്റ്റീൽ എന്താണെന്ന് നമ്മൾ കണ്ടു. കോൺക്രീറ്റ് എന്താണെന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ കംസ് ദ ക്യാരക്ടറിസ്റ്റിക് ലോഡ്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. എഗെയിൻ നമുക്കൊരു എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഉണ്ട്. അതിന് മീൻ ആയിട്ട് വരുന്ന കൂടുതൽ വരുന്ന പ്രോബബിലിറ്റിയുള്ള ലോഡ് ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ എഫ് ഇ എം എന്നതാണ് ആ ലോഡ്. നമുക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക് ലോഡ്. വാട്ട് ഇസ് ക്യാരക്ടറിസ്റ്റിക് ലോഡ്? ഇറ്റ് ഈസ് ദാറ്റ് വാല്യൂ ഓഫ് ലോഡ് which has a 95% probability of not being exceeded during the lifetime of the structure. Again, definition കാണും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഡോണ്ട് വറി. നമുക്കറിയാം ലൈഫ് ടൈം ഓഫ് ദി സ്ട്രക്ചർ എന്തായിരിക്കും. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു 100 years അല്ലെങ്കിൽ ഒരു 150 yearsന് വേണ്ടിയിട്ടുള്ള ലൈഫ് പീരീഡ് നമ്മൾ ഓരോ സ്ട്രക്ചറിനും ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, ആ ഒരു ലൈഫ് ടൈമിന് ഡ്യൂറേഷനിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ലോഡിനെ എക്സീഡ് ചെയ്യില്ല എന്ന് നമുക്ക് 95% അഷ്വറൻസ് നൽകാൻ പറ്റുമെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ ഓഫ് ലോഡ് ഈസ് കോൾഡ് എന്ത് ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ലോഡിനെ 95% പ്രോബബിലിറ്റി എന്താണുള്ളത് എക്സീഡ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിൽ 100 kN ആണ് ടോട്ടൽ വരുന്ന ലോഡെന്ന്. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് 100 kN ലോഡാണ് ആ ഒരു സ്ട്രക്ചറിൽ വരുന്നത്. നമുക്ക് 95% അഷ്വറൻസ് നൽകാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈ ഒരു 100-ൽ കൂടുതൽ ലോഡ് വരില്ല എന്ന് നമുക്ക് 95% അഷ്വർ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ 100-നെയാണ് നമ്മൾ എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറയുക അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ,
that value of load which has a 95% probability of not being exceeded during that lifetime of the structure. ആ സ്ട്രക്ചറിൻ്റെ ലൈഫ് ടൈമിൽ അതിനെ എക്സീഡ് ചെയ്യാൻ ഉള്ള ചാൻസ് എന്ന് പറയുന്നത് 95% അത് എക്സീഡ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ ഓഫ് ലോഡ് ഇസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക് ലോഡ് ഓർ അൾട്ടിമേറ്റ് ലോഡ്. Again, look into the graph. FM എന്നതാണ് മീൻ ലോഡിൻ്റെ വാല്യൂ. ദെൻ നമ്മുടെ ലോഡിൻ്റെ വാല്യൂ, അതായത് ക്യാരക്ടറിസ്റ്റിക് ലോഡ്, ലെറ്റ് ഇറ്റ് ബി എഫ്. എഫ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എഫ് ലൈസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് എഫ് എം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുക? എഫ് എം പ്ലസ് 1.65 എസ് എന്നുള്ളതാണ് എസ് അഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് ആ ഇക്വേഷൻ. ഓക്കെ, എഫ് capital F or the characteristic load or the ultimate load capital F is given by Fm plus 1.65 S, where S is the standard deviation. ആ ഇക്വേഷൻ നോട്ട് ചെയ്യുക, ഗ്രാഫും പ്ലോട്ട് ചെയ്യുക. ഓക്കെ, അഗെയിൻ ക്യാരക്ടറിസ്റ്റിക് ലോഡ് ഡിഫൈൻ ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് 36.1 ആണ്. നോട്ട് ചെയ്ത് വെക്കുക കോഡ് ഏതാണ്. 36.1 ക്ലോസ് നോട്ട് ചെയ്യുക. ക്ലോസ് 36.2 ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്താണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ ആ ഒരു ക്ലോസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ദ തേർഡ് റെക്കമെൻഡേഷൻ എന്തായിരുന്നു? ഡിസൈൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റ് എന്നുള്ളതായിരുന്നു അല്ലേ. നമ്മൾ ഓൾറെഡി സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് എന്താണെന്നുള്ളത്, ആക്ച്വൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് വാസ് ഡിസ്കസ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ്. ആദ്യത്തെ ആ ഒരു ക്ലാസ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റ് ഫോർ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു. ആൻഡ് ദാറ്റ് സെയിം കർവിനെ IS456 is idealizing the same actual stress strain curve of concrete into a new design curve. കുറച്ചുകൂടി കാൽക്കുലേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണ് ചെയ്തത്. എന്ത്? IS കോഡ് ആ ഒരു ആക്ച്വൽ സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് IS456 നമുക്ക് തന്നിരുന്നത് എങ്ങനെയാണ്? ഒരു ഡിസൈൻ കർവായിട്ടാണ്. അപ്പോൾ ഡിസൈൻ കർവിലോട്ട് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു പാത്ത് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക? കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാബിൽ എന്ത് ചെയ്യും? ക്യൂബ് ടെസ്റ്റ് ചെയ്യും. ക്യൂബിൽ കാസ്റ്റ് ചെയ്തിട്ട് കംപ്രഷൻ ടെസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ക്യൂബ് കാസ്റ്റ് ചെയ്ത് അതിൻ്റെ സ്ട്രെങ്ത് ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? FCK എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ലാബിൽ ഒബ്റ്റെയിൻ ചെയ്ത പർട്ടിക്കുലർ വാല്യൂ ആണ് FCK. നിങ്ങൾ ഗ്രാഫിലും കൂടെ നോക്കുക, റൈറ്റ് സൈഡിൽ FCK എന്നുള്ള വാല്യൂ കാണും. ദാറ്റ് ഈസ് എ വാല്യൂ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ക്യാരിങ് ഔട്ട് എ കംപ്രഷൻ ടെസ്റ്റ് ഓൺ എ ക്യൂബ് ഇൻ അവർ ലാബ്. ആ ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത്, ക്യൂബിന് കിട്ടിയ അതേ സ്ട്രെങ്ത്ത് ഒരു മാസീവായിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിന് കിട്ടണമെന്നില്ല. അതായത് ക്യൂബിലെ ലാബിലുള്ള ക്യൂബിൽ കിട്ടുന്ന അതേ സ്ട്രെങ്ത് ആയിരിക്കില്ല എന്ത് ചെയ്യുമ്പോൾ കിട്ടുക? ഒരു ആക്ച്വൽ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ദർ മേ ബി വേരിയേഷൻസ് അല്ലേ. കാരണം എന്താ? സൈറ്റിലാണ് അഗെയിൻ മറ്റു ലാബിൽ കാസ്റ്റ് ചെയ്യുന്ന പോലെ അതേ കണ്ടീഷൻസ് ആയിരിക്കില്ല എവിടെ പ്രിവെയിൽ ചെയ്യുക, സൈറ്റിലും പ്രിവെയിൽ ചെയ്യുക. കണ്ടീഷൻസ് വേരി. ആ ഒരു വേരിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് കിട്ടുന്ന സ്ട്രെങ്ത്തിൻ്റെ വാല്യൂയിലും ഒരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു വേരിയേഷൻ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫാക്ടർ കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാം ക്യൂബിൽ ഉണ്ടാകുന്ന അതേ സ്ട്രെങ്ത്ത് മൊത്തത്തിൽ നമുക്ക് എവിടെ കിട്ടില്ല? ആക്ച്വൽ സ്ട്രക്ചറിന് കിട്ടത്തില്ല. അപ്പോൾ ഒരു 33% റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത്ത് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഫാക്ടർ അസ്യൂം ചെയ്യും. അതായത് 33% റിഡക്ഷൻ. അപ്പോൾ 33% എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.33. അപ്പോൾ 1 - 0.33 എന്നുള്ള രീതിയിൽ ഒരു ഫാക്ടറിന് എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 0.67 എന്നുള്ളൊരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആക്ച്വൽ സ്ട്രക്ചറിൽ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടില്ല? ആക്ച്വൽ സ്ട്രക്ചറിൽ അത്രയും കംപ്രസീവ് സ്ട്രെങ്ത്ത് കിട്ടത്തില്ല, ഒരു 0.67 കിട്ടത്തുള്ളൂ. അപ്പോൾ എത്രയായിരിക്കും സ്ട്രക്ചറിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 0.67 FCK എന്നുള്ളതായിരിക്കും. ഓക്കെ, 0.67 FCK ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ ഒരു വേരിയേഷൻ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി 0.67 എന്നുള്ളത് എടുത്തു. സോ ആക്ച്വൽ സ്ട്രക്ചറിന് വരുന്ന വേരിയേഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.67 FCK. ഓക്കെ, സെക്കൻഡ് കർവല്ലേ, അതായിരിക്കും ആക്ച്വൽ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് ആക്ച്വൽ ലാബിൽ കിട്ടുന്നത് ഫസ്റ്റ് കർവായിരിക്കും FCK. നമുക്ക് അത്രയും എന്താണെങ്കിലും സൈറ്റിൽ കിട്ടത്തില്ല. സൈറ്റിൽ വേരിയേഷൻസ് ഉണ്ട്. ഒരു ലാബിൽ കിട്ടുന്ന അതേ എൻവയോൺമെൻറ്റ് ആയിരിക്കില്ല സൈറ്റിൽ കിട്ടുക. സോ ആ വേരിയേഷൻ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ പറയുകയാണ് ആ ഫാക്ടർ 0.67 എന്നുള്ള ഫാക്ടർ എടുക്കുന്നത്. ദെൻ നമുക്ക് തേർഡ് കേസ് എന്ന് പറയുന്നത് വരുന്നത് എന്താണ്? ഓക്കെ, നമുക്കിപ്പം എവിടം വരെ എത്തി? സ്ട്രക്ചർ വരെ എത്തി. എന്താ തേർഡ് കർവ് എന്ന് പറയുന്നത്? നമ്മൾ ഡിസൈൻ കർവാണ് IS കോഡ് റെക്കമെൻഡ് ചെയ്ത് സജസ്റ്റ് ചെയ്തത് ഫൈനൽ ഡിസൈൻ കർവാണ് തേർഡ് കർവ് എന്ന് പറയുന്നത്.
അതെന്ന് പറയുമ്പോൾ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ. കോൺക്രീറ്റിന് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ട്. ദെൻ കമ്മിങ് ടു സ്റ്റീലിനും ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കോൺക്രീറ്റിന് ഇറ്റ് വാസ് 1.5 എന്നുള്ളൊരു ഫാക്ടർ ആയിരുന്നു അല്ലേ. ഓക്കെ, 1.5 ആയിരുന്നു കോൺക്രീറ്റിന് ഞാൻ പറഞ്ഞ ഫാക്ടർ. അപ്പോൾ ഈ 0.67 FCKനെ നമ്മൾ ഈ ഫാക്ടറും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ന്യൂ ഡിസൈൻ കർവ് എന്ന് പറയുന്നത്, തേർഡ് കർവ്. ഓക്കെ, തേർഡ് കർവ് ഇതാണ് ആക്ച്വൽ ഡിസൈൻ കർവ്. നമുക്ക് IS കോഡ് സജസ്റ്റ് ചെയ്യുന്ന ഡിസൈൻ കർവ്. അതെങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? FCKയിൽ നിന്ന് നമ്മൾ 0.67 FCKയിലോട്ട് എത്തി അല്ലേ. ലാബിലെ കണ്ടീഷൻ പോലെയുള്ള സൈറ്റിൽ വരിക. സോ ആക്ച്വൽ സ്ട്രക്ചറിന് അത് 0.67 FCK ആയിരിക്കും. ദെൻ അഗെയിൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 എന്നുള്ളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്ര? 0.45 FCK. ഓക്കെ, നോട്ട് ചെയ്യുക. 0.45 FCK വന്നത് അങ്ങനെയാണ്. 0.67 ഡിവൈഡഡ് ബൈ 1.5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്ത്? 0.45 FCK. ദാറ്റ് ഇസ് എ തേർഡ് കർവ്. ആ തേർഡ് കർവിൽ നിന്നാണ് ഈ ഒരു വാല്യൂ കിട്ടുക. ദാറ്റ് ഈസ് ദ ഡിസൈൻ സ്ട്രെസ് ഓഫ് കോൺക്രീറ്റ്. അത് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൈൻ സ്ട്രെസ് ഓഫ് കോൺക്രീറ്റ് ആണ് എന്ത്? 0.45 FCK എന്നുള്ളത്. 0.45 FCK ആണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ ഡിസൈൻ സ്ട്രെസ് ആയിട്ട് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ M30 ഗ്രേഡ് കോൺക്രീറ്റ് ആണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. സോ I'm taking M30 grade of concrete for the purpose of design. What will be the design stress of that particular grade of concrete? M30 എടുത്താൽ M30യുടെ ഡിസൈൻ സ്ട്രെസ് എത്രയായിരിക്കും? ഓഫ് കോഴ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, 0.45 ടൈംസ് FCK. അപ്പോൾ 0.45 ഇൻറ്റു 30, ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും അവിടുത്തെ ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ എന്താണെന്ന് ശ്രദ്ധിക്കുക, നമുക്ക് എങ്ങനെയാണ് ലാബിൽ നിന്ന് ഈ ഡിസൈൻ സ്ട്രെസ് വരെയല്ല, ഫസ്റ്റ് കർവിൽ നിന്ന് തേർഡ് കർവ് വരെ എത്തിയത് എങ്ങനെയാണ്? ഫസ്റ്റ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കുന്നു? ആക്ച്വൽ ലാബിൽ വരുന്ന കണ്ടീഷൻ അല്ലേ. ലാബിലെ കണ്ടീഷനിൽ FCK കിട്ടി. ദെൻ ആക്ച്വൽ സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ അത് 0.67 FCK സെക്കൻഡ് കർവിലോട്ട് വന്നു. തേർഡ് കർവിലോട്ട് വരുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ തേർഡ് കർവിലോട്ടും നമുക്ക് എത്താൻ പറ്റി. തിങ്ക് ദിസ് ഇസ് ക്ലിയർ ടു യു. ദെൻ നമുക്ക് സ്ട്രെയിനിൻ്റെ കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്ട്രെസ്സൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. FCK 0.67 FCK ആൻഡ് 0.45 FCK. ആൻഡ് ദിസ് ഈസ് ദ ഡിസൈൻ സ്ട്രെസ്. ഡിസൈൻ സ്ട്രെസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 0.45 FCK ആണ്. അഗെയിൻ റിപ്പീറ്റ് ചെയ്യാണ്, ഡിസൈൻ സ്ട്രെസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 0.45 FCK. നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഇതുപോലെ തന്നെ സ്ട്രെസ്, ഇപ്പോൾ നമ്മൾ 3 സ്ട്രെസ്സുകളാണ് കണ്ടത്. നമുക്ക് സ്ട്രെയിൻ്റെ വാല്യൂയും കൂടെ കാണാം. അപ്പോൾ 2 സ്ട്രെയിൻ്റെ വാല്യൂ ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ ഡിസൈൻ കർവ് തന്നെ എടുക്കുകയാണ്. എന്താണ്? ഇനിഷ്യലി അതൊരു പാരാബോളിക് ഷേപ്പാണ് അല്ലേ. അപ് ടു എ പർട്ടിക്കുലർ പോയിന്റ് അതൊരു പരാബോളയായിട്ട് കണ്ടിന്യൂ ചെയ്തു. ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ് എന്ത്? 0.002 എന്നൊരു സ്ട്രെയിൻ വരെ അത് പരാബോളിക് കണ്ടീഷൻ തന്നെ കണ്ടിന്യൂ ചെയ്തു. എന്താണ്? സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിനും കൂടും. ആഫ്റ്റർ ദാറ്റ് എന്താണ് സംഭവിക്കുക? സ്ട്രെസ് കൂടുന്നില്ല, ബട്ട് സ്ട്രെയിൻ ഈസ് ഇൻക്രീസിങ്. സ്ട്രെസ് ഇസ് കോൺസ്റ്റൻറ്റ് ബട്ട് ദ സ്ട്രെയിൻ ഈസ് ഇൻക്രീസിങ് ആഫ്റ്റർ ദി 0.002. ആ ഒരു കണ്ടീഷൻ ദെൻ എത്തിയിട്ട് ലാസ്റ്റ് അത് എത്തുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്ട്രെയിൻ എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് സ്ട്രെയിൻ അത് ഫൈനൽ സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് 0.0035. അപ്പോൾ അതാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.0035. ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ 0.0035 എന്നുള്ളത് നമ്മുടെ എന്താണ്? സ്ട്രെയിനാണ്. ഇപ്പോൾ 0.45ഉം 0.0035 സ്ട്രെസ്സും സ്ട്രെയിനും നോട്ട് ചെയ്യുക. ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത് 0.45 FCK. ഇത് ഡിസൈൻ സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.0035. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റിൽ പറയാനുള്ളത്. ദെൻ അഗെയിൻ നമ്മൾ എവിടെ എത്തി? സ്റ്റീലിലോട്ടെത്തി. ഓക്കെ, സ്റ്റീലിൽ നമ്മൾ വീണ്ടും ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈൽഡ് സ്ട്രെങ്ത് തന്നെയാണ് അല്ലേ. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഈസ് ഗിവൺ ബൈ ദ ഈൽഡ് സ്ട്രെങ്ത്. അത് തന്നെ 2 കേസിൽ നമുക്ക് പറയാം. FE 250 ആണെങ്കിൽ ഡയറക്റ്റ് കിട്ടും. FE 415 ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രൂഫ് സ്ട്രെസ് ഒക്കെ കൺസിഡർ ചെയ്യണം. ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. FI എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്നുള്ള കാര്യം. ഇനി നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ഡിസൈൻ കർവിലോട്ട് വരാം എന്നുള്ളത്. ഓക്കെ, നമുക്ക് 3 ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഐഡിയലൈസ് ചെയ്തിട്ടൊരു കർവ് വരച്ചു, FIൻ്റെ ഫസ്റ്റ് കർവ്. ഓക്കെ, ഇതാണ് നമുക്ക് ലാബിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന കർവ്. നമ്മൾ ലാബിൽ ചെയ്യുന്ന മൈൽഡ് സ്റ്റീൽ സ്പെസിമെൻ, അതേ സ്പെസിമെൻ തന്നെയാണ് നമ്മൾ സ്ട്രക്ചറിലും ചെയ്യുന്നത് അല്ലേ. ഒരേ സാധനം, അതായത് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മൾ കാസ്റ്റ് ചെയ്തതല്ല, അത് ഇൻഡസ്ട്രിയിൽ ആ ഒരു സെർട്ടൈൻ ക്ലോസ്ഡ് കണ്ടീഷനിൽ അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡസ്ട്രിയിൽ കൺട്രോൾഡ് കണ്ടീഷനിൽ അവിടുത്തെ ഒരു എന്താ പറയുക എൻവയോൺമെൻറ്റലിൽ
മീൻസ് പ്രൊഡ്യൂസ് ചെയ്തൊരു സെയിം മൈൽഡ് സ്റ്റീൽ സ്പെസിമെനാണ് നമ്മൾ ലാബിൽ UTM ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതും എഗെയിൻ സൈറ്റിൽ വരുമ്പോഴും സെയിം ടെൻഷൻ റെയിൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു മൈൽഡ് സ്റ്റീൽ ബാർ ആണെങ്കിൽ അല്ലെങ്കിൽ HYST ബാർ ആണെങ്കിലും ഒരു വേരിയേഷൻ ഇല്ല. ലാബിൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന അതേ സ്പെസിമെൻ തന്നെയായിരിക്കും സൈറ്റിലും യൂസ് ചെയ്യുന്നത്. സോ അവിടെ ഒരു വേരിയേഷൻ ഇൻ സ്ട്രെങ്ത്, ഞാൻ കോൺക്രീറ്റിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ നമുക്ക് സ്റ്റീലിൽ ഒരു വേരിയേഷൻ അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, രണ്ടിലും സെയിം വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടറിനെ എടുക്കണോ വേണ്ട. 0.67 എന്നൊരു ഫാക്ടർ നമ്മൾ കോൺക്രീറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ സ്റ്റീലിന് അതിനാവശ്യമില്ല. എന്തുകൊണ്ടാണ്? സൈറ്റിലും നമ്മൾ ലാബിലും ചെയ്യുന്ന സ്പെസിമെന് ഒരേ കണ്ടീഷൻസിലാണ് അല്ലേ. സോ കോൺക്രീറ്റിൻ്റെ കേസിൽ കണ്ടതുപോലെ നമുക്ക് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഫസ്റ്റ് കർവ് അല്ലെങ്കിൽ സെക്കൻഡ് കർവ് എന്നുള്ള ആ ഒരു ഡിഫറൻസ് ഇല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. നമുക്ക് FI എന്നുള്ളൊരൊറ്റ കർവേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും കോൺക്രീറ്റിൽ ചെയ്ത പോലെ എന്ത് കൺസിഡർ ചെയ്യണം? ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓൾറെഡി പറഞ്ഞു സ്റ്റീലിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയായിരുന്നു? 1.15 എന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലേ. അതും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/1.5 ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.87 FI. ദാറ്റ് ഈസ് ദ ഡിസൈൻ സ്ട്രെസ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിൻ്റെ ഡിസൈൻ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ പറഞ്ഞത് 0.87 FY എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺക്രീറ്റിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ കണ്ടു. നമുക്കിനി സ്റ്റീലിൻ്റെ ആയിരുന്നു കാണേണ്ടത്. അപ്പോൾ സ്റ്റീലിൻ്റെ ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത് 0.87 FY ആണ്. അപ്പോൾ ഡിസൈൻ കർവ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 1, 2, 3 നേരത്തെ പോലെ ഡിഫറൻസ് ഇല്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു സൈറ്റിലും ലാബിലും ചെയ്യുന്ന സ്റ്റീൽ സ്പെസിമെനിൽ വേരിയേഷൻ ഇല്ല. രണ്ടും ഒരേ എൻവയോൺമെൻറ്റലിൽ അല്ലെങ്കിൽ ഒരേ ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചർ ചെയ്ത പ്രോസസ്സ്, മീൻസ് ഒരേ ഇൻഡസ്ട്രി എന്നല്ല, ഒരേ ഇൻഡസ്ട്രിയൽ കണ്ടീഷൻസിൽ മാനുഫാക്ചർ ചെയ്ത സ്പെസിമെൻസ് ആയിരിക്കും. അതിൽ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ഇല്ല സ്ട്രെങ്ത് ഉള്ളൂ FY. ബട്ട് എന്ത് ചെയ്യുക, ഡിസൈൻ പർപ്പസിന് വേണ്ടി എടുക്കുമ്പോൾ നമുക്കൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയി 1.15 കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ അഗെയിൻ നമുക്കത് കിട്ടും, സെക്കൻഡ് കർവ് കിട്ടും. ദാറ്റ് ഈസ് ദ ഡിസൈൻ കർവ് ഓഫ് സ്റ്റീൽ, ഡിസൈൻ കർവ് ഓഫ് റീഇൻഫോഴ്സിങ് സ്റ്റീൽ. അപ്പം നമുക്ക് കോൺക്രീറ്റ് കണ്ടു, സ്റ്റീൽ കണ്ടു. കോൺക്രീറ്റിൽ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും കണ്ടിരുന്നു അല്ലേ. അതുപോലെ തന്നെ സ്റ്റീലിലും വേണ്ട സ്ട്രെസ്സും സ്ട്രെയിനും. നമുക്ക് സ്ട്രെയിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് എഴുതാം. സ്ട്രെയിൻ ഇസ് ഗിവൺ ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. സ്ട്രെസ് എത്രയായിരുന്നു? ഡിസൈൻ സ്ട്രെസ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് ഇറ്റ്സ് 0.87 FY ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ നമുക്ക് ഓൾറെഡി വാല്യൂ അറിയാം. വാല്യൂ എത്രയാണ്? 2 × 10⁵ Nm² ആണല്ലേ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂഫ് സ്ട്രെയിനും കൂടെ ഓൾവേസ് അതിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എത്രയായിരുന്നു പ്രൂഫ് സ്ട്രെയിൻ? 0.002. അപ്പോൾ ഈ രണ്ട് സ്ട്രെയിനും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ കിട്ടുക. ഓക്കെ, 0.87 FY ബൈ ES പ്ലസ് 0.002. ഇത്രയും കാര്യങ്ങളാണ് IS 456 റെക്കമെൻഡേഷൻസിലുള്ളൂ. ദെൻ നമുക്ക് അസംഷൻസ് ആണ് ഉള്ളത്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ അസംഷൻസ് ആണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് തരുന്ന കോഡിലെ സ്പെസിഫിക്കേഷനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പേജ് നമ്പർ 69 of IS 456 2000 or you just note down the clause number 38.1. അതിലാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ക്ലോസ് 38.1 നോക്കുക. ലെറ്റ്സ് ഇത് ഫസ്റ്റ് അസംഷൻ. എന്താണ് ഫസ്റ്റ് അസംഷൻ? പ്ലെയിൻ സെക്ഷൻ നോർമൽ ടു ദ ആക്സിസ് റിമെയിൻ പ്ലെയിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ്. എന്താണ് സംഭവിക്കുക? ആക്സിസിന് നോർമൽ ആയിട്ടുള്ള സെക്ഷൻ അത് പ്ലെയിൻ ആയിരിക്കും. ബിഫോർ ആണെങ്കിലും ആഫ്റ്റർ ആണെങ്കിലും ബെൻഡിങ്ങിന് മുന്നേ അത് കഴിഞ്ഞിട്ടും ആക്സിസിന് നോർമലായിട്ട് വരുന്ന സെക്ഷൻ പ്ലെയിൻ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ഫിഗറിൽ നോക്കിയാൽ ക്ലിയർ ആവും. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫിഗറിൽ നിങ്ങൾക്ക് കാണാം സെൻറ്ററിലൂടെ പോകുന്ന ആക്സിസ് ന്യൂട്രൽ ആക്സിസ്. എന്താണ് ന്യൂട്രൽ ആക്സിസിൻ്റെ പ്രത്യേകത? അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ഉണ്ടാവില്ല, 0 ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് ബെൻഡിങ്ങിന് മുന്നാണെങ്കിലും ബെൻഡിങ് കഴിഞ്ഞിട്ടാണെങ്കിലും അത് പ്ലെയിൻ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് വൺ എന്തായിരുന്നു? ദ മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ഔട്ടർ മോസ്റ്റ് കംപ്രഷൻ ഫൈബർ ഇസ് ടേക്കൺ ആസ് എത്രയാണ്? 0.0035. ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു അല്ലേ. അൾട്ടിമേറ്റ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം വാല്യൂ 0.0035. എവിടെയാണ് വരുന്നത്? ഔട്ടർ മോസ്റ്റ് കംപ്രഷൻ ഫൈബർ, അതായത് കോൺക്രീറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് കംപ്രഷൻ ഫൈബറിൽ നമുക്ക് നോക്കാം. ഈ ഒരു ബീമിൽ ടോപ്പിലാണ് ബെൻഡിങ് നടക്കുമ്പോൾ ടോപ്പിലാണ് എന്തുണ്ടാവുക? കംപ്രഷൻ. ബോട്ടത്തിലായിരിക്കും ടെൻഷൻ ഉണ്ടാവുക. അപ്പോൾ ഔട്ടർ മോസ്റ്റ് കംപ്രഷൻ ഫൈബർ എന്ന് പറയുന്നത് ഈ ടോപ്പിലെ ഫൈബർ ആയിരിക്കും അല്ലേ. ദാറ്റ് ഫൈബറിൽ വരുന്ന മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.0035 ആണ്. ഓക്കെ, then the third one,
The relationship between the compressive stress distribution in concrete and the strain in concrete may be assumed to be rectangle, trapezoidal, parabola, for any other shape, which result in the prediction or strength in substantial agreement with the result of test. ഒന്നുമില്ല, അതായത് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ, കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ ആ സ്ട്രെസ് സ്ട്രെയിൻ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി അസ്യൂം ടു ബി റെക്ടാങ്കിൾ, പരാബോള, ട്രിപ്പിസോയിഡൽ. ബട്ട് നമ്മളെന്താണ് അസ്യൂം ചെയ്യുന്നത്? പാരാബോളിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു അല്ലേ? സോ അതാണ് ആ തേർഡ് അസംഷൻ പറയുന്നത്. ദ ഫോർത്ത് വൺ ഈസ് ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇസ് ഇഗ്നോർഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരുന്നു അല്ലേ ഇതെല്ലാം. അതിനൊരു അസംഷൻ രൂപത്തിലോട്ടാക്കി തന്നേ ഉള്ളൂ. ഫോർത്ത് വൺ ഈസ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇസ് ഇഗ്നോർഡ്. നമ്മൾ പറഞ്ഞു കോൺക്രീറ്റ് ഇസ് വീക്ക് ഇൻ ടെൻഷൻ അല്ലേ. കോൺക്രീറ്റിന് കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ളൂ, അല്ലെങ്കിൽ കംപ്രഷൻ ലോഡ് മാത്രമേ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ വളരെ കുറവായതുകൊണ്ട് നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. Fifth one is the stresses in the reinforcement are derived from representative stress strain curve for the type of steel used. പറഞ്ഞതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റീലിൽ വരുന്ന സ്ട്രെസ് എത്രയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സിക്സ്ത് വൺ, the maximum strain in tension reinforcement in the section of failure shall not be less than Fy by 1.15 ES plus 0.002. തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ അതേ കാര്യം എന്താണ്, മാക്സിമം സ്ട്രെയിൻ എത്രയാണെന്നുള്ള കാര്യമാണ് അല്ലേ. അവിടെ ഞാൻ 0.87 FI എന്നായിരുന്നു പറഞ്ഞത്. അത് തന്നെ നിങ്ങൾക്കറിയാം 0.87 FI എങ്ങനെയാണ് വന്നത്? FI by 1.15 S, സോറി 1 ഡിവൈഡഡ് ബൈ 1.15 ആണ് നമുക്ക് 0.87 FI എന്നുള്ള ആ ഒരു വാല്യൂയിലോട്ട് വന്നത്. സോ 0.87 FI ബൈ യങ്സ് മോഡൽസ് ഓഫ് സ്റ്റീൽ പ്ലസ് 0.002 ആണ് എന്ത് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കോൺക്രീറ്റിലെ സ്ട്രെയിനും സ്റ്റീലിലെ സ്ട്രെയിനുമാണ് രണ്ട് അസംഷൻസ് ആയിട്ട് പറയുന്നത്. ദെൻ നമുക്ക് സ്ട്രെസ് ഓൾറെഡി കണ്ടതാണ്, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. 0.45 FCKയും 0.87 FY ഇൻ ദ കേസ് ഓഫ് സ്റ്റീൽ. ആ രണ്ട് വാല്യൂസും ഈ 4 കാര്യങ്ങൾ ഓർക്കുക. പ്ലസ് ഈ അസംഷൻസും കൂടെ ഓർത്തിരുന്നാലേ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് സ്ട്രെയിൻ പ്രൊഫൈലും സ്ട്രെസ് പ്രൊഫൈലൊക്കെയാണ് വരയ്ക്കേണ്ടത് സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ.